ഇന്ന് ഓഗസ്റ്റ് 7 ഇന്നാണ് വിവോയുടെ V40 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിവോയുടെ V40 സീരീസിൽ വന്നിരിക്കുന്നത് V40 അതുപോലെ V40 Pro എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകളിലും രണ്ട് തരത്തിലുള്ള സ്പെസിഫിക്കേഷനാണ് വരുന്നത്. അതായത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വലിയ കാര്യമായ വ്യത്യാസം വരുന്നുള്ളൂ. ക്യാമറയിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കായിട്ട് നോക്കാൻ പോകുന്നത് V40 വേഴ്സസ് V30. അതായത് V30 നിന്ന് V40 വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ട്, നിലവിൽ V30 ഉപയോഗിക്കുന്നവർ V40 എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. നിലവിൽ V30 ഉപയോഗിക്കുന്നവർക്ക് V40 എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കാര്യമായ ചേഞ്ചുകളൊന്നും വരുന്നില്ല. ഒരു ഫോണിൽ കാര്യമായ ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ മെയിൻ മാറ്റങ്ങൾ വരേണ്ടത്. പക്ഷേ ഇവിടെ മെയിൻ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പെർഫോമൻസ് സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഒരു ലെൻസ് ഉപയോഗിക്കുന്നു എന്നതല്ലാതെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബാറ്ററിയിൽ വരുന്നത് ഒരു എക്സ്ട്രാ 500 mAh ഒരു കപ്പാസിറ്റി കിട്ടുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ V30 ഉപയോഗിക്കുന്നവർ എന്തായാലും V30 തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം V30 ഇറങ്ങിയിട്ടാണെങ്കിൽ ഒരു 5 മാസം അല്ല 6 മാസം കഷ്ടിച്ചാകുന്നതേ ഉള്ളൂ. അതിന് മുമ്പെയാണ് V40 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ V40 ഒരു ഡിസൈൻ വ്യത്യസ്തപരമായിട്ടുള്ളൊരു ഡിസൈനാണ് V സീരീസിൽ എന്തായാലും വരിക. അപ്പോൾ ആ ഒരു ഡിസൈൻ മാറ്റം എന്തായാലും കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് വേറെ കാര്യമായിട്ടുള്ള അതായത് ഉള്ളിലുള്ള സ്പെസിഫിക്കേഷനൊന്നും മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും ആ ഒരു ഡിസൈൻ ബേസിലാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വിവോ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം V40 എടുക്കേണ്ടത് എന്തായാലും നിലവിൽ ഇനി വിവോയുടെ ഒരു ഫോൺ ഉപയോഗിക്കണം അല്ലെ വിവോയുടെ V സീരീസ് എടുത്താൽ കൊള്ളാം എന്നുള്ളവർക്ക് എന്തായാലും എടുക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ് വിവോയുടെ V40 സീരീസ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. V40 പറ്റി പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ V40 നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. V30 നമുക്ക് ഡിസ്പ്ലേ 1.5K സെയിം സൈസിലുള്ള ഡിസ്പ്ലേ ആയിരുന്നു കിട്ടുന്നത്. ബാക്കിൽ ഗ്ലാസും ഫ്രണ്ടിലും ഗ്ലാസ് മെറ്റീരിയലും തന്നെയാണ് വരുന്നത്. ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. സ്കോട്ടഡ് ആൽഫയുടെ ഗ്ലാസ്സൊക്കെ ആയിരിക്കും മിക്കവാറും വരിക, ബാക്ക് സൈഡിലും ഫ്രണ്ടിലൊക്കെ വരിക. അപ്പോൾ അതിൽ എന്തായാലും ഏകദേശം ഗൊറില്ല ഗ്ലാസിൻ്റെ ആ ഒരു സെയിം പ്രൊട്ടക്ഷൻ തന്നെ വരുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ V30 ഉപയോഗിച്ചിരിക്കുന്ന സെയിം ചിപ്സെറ്റ് തന്നെയാണ് V40 ഉപയോഗിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസസ്സറിൽ ഒരു കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഈ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 4 nm ടെക്നോളജിയിൽ വരുന്ന ഈ ഒരു സീരീസ് അതായത് ഒരു 25,000-30,000 രൂപ റേഞ്ചിൽ ഏറ്റവും അധികം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സറാണ്. Realme 13 Pro Plus ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ഫോണുകളിലെല്ലാം ഉപയോഗിക്കുന്ന മോട്ടോയുടെ ചില എഡ്ജ് 15 ഫ്യൂഷനിലേക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ് 7 Gen 3. വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സർ ആയിരുന്നോ കുറച്ചും കൂടി ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഉപയോഗിക്കാമില്ലേ എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരുന്നുണ്ട്. 2.63 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതുപോലെ Adreno 720 എന്ന് പറഞ്ഞ ബെറ്റർ ആയിട്ടുള്ള GPU ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ല GPU പെർഫോമൻസും അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്രോസസ്സറാണ് 7 Gen 3. അടുത്ത ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ റിയർ സൈഡിൽ നമുക്ക് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഡ്യുവൽ ക്യാമറയുടെ 50 MB ആണ് വന്നിരിക്കുന്നത്. രണ്ട് ക്യാമറകളും 50 MB സെൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏത് സെൻസറാണെന്ന് പറഞ്ഞിട്ടില്ല. മിക്കവാറും വിവോയുടെ തന്നെ കസ്റ്റമൈസ്ഡ് ചിപ്പായിരിക്കും. വിവോ ബയോണിക് ചിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിവോ ബയോണിക് സെൻസർ എന്ന് പറയുന്ന സെൻസറുണ്ട്. ഈ ഒരു സെൻസറായിരിക്കും മിക്കവാറും ഈ രണ്ട് 50 MB ക്യാമറകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസുകൾ, ഈ സെൻസറിന് ചുറ്റും ഉപയോഗിച്ചിരിക്കുന്ന ലെൻസുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സൈസിൻ്റെ ലെൻസുകളാണ്. അപ്പോൾ ഒരു V30 നമുക്ക് സൈസിൻ്റെ ലെൻസുകളില്ലായിരുന്നു. പകരം V40 വരുമ്പോൾ സൈസിൻ്റെ ലെൻസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ലെൻസിൻ്റെ ക്വാളിറ്റി കൂടിയതുകൊണ്ട് ഇമേജ് ബെറ്റർ ആവുമോ എന്നില്ല. കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന ഈ സെൻസറിൻ്റെ ക്വാളിറ്റിയും കൂടി നോക്കിയിട്ടാണ് ഈ ഇമേജുകൾ വരിക. അതുപോലെ തന്നെ പെർഫോമൻസ്, അതിലുപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ, ഇത്തരത്തിലുള്ള അതായത് ഒരു ലെൻസ്, പ്രോസസ്സർ, ഈ സെൻസർ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ലെൻസ് ഓക്കെയാണ്, ലെൻസ് അടിപൊളി ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സെൻസർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തേക്ക് ഫോൺ കിട്ടിയിട്ടില്ല. ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ V40 ഒരു റിവ്യൂ ഞാൻ ചെയ്യാവുന്നതാണ്.
അതുപോലെ രണ്ട് ക്യാമറകളിലും 4Kയുടെ റെക്കോർഡിംഗ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 50 MB സെൽഫി ക്യാമറ തന്നെയാണ്. സെൽഫി ക്യാമറയിൽ നമുക്ക് 4K 30 FPS ആണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത്. EIS, അതുപോലെ OIS, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, സ്ലോ മോഷൻ വീഡിയോ, സിനിമാറ്റിക് മോഡ്, അതുപോലെ ഇതിൻ്റെ സൈസിൻ്റെ തന്നെ കുറച്ച് പോർട്രേറ്റ് മോഡ്, പ്ലാനാർ, ബയോട്ട അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മോഡുകളുണ്ട്. ഈ മോഡുകളുടെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്, ഒപ്റ്റിക്കൽ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Wi-Fi 5 സപ്പോർട്ട്. ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഈ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. മറ്റ് ചില കമ്പനികൾക്ക് 25-45 ഒക്കെ കൊടുക്കുമ്പോൾ വിവോ ഇവിടെ 80 വാട്ടിൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ 5500 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. എന്നാൽ ഈ 5500 വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു സൈസിൽ വ്യത്യാസം വരിക, അല്ല വെയിറ്റ് കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെയിറ്റ് മാനേജ്മെൻ്റ് എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 190 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ഇത്രയും ഗ്ലാസ് ബിൽഡും ഇതെല്ലാം വരുന്നുണ്ടായിട്ട് തന്നെ 5500 mAh ബാറ്ററി എല്ലാം തന്നെ ഉണ്ടായിട്ടും നമുക്ക് ഈ ഒരു 190 ഗ്രാമിനുള്ളിൽ തന്നെ ഒതുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹെവി ഫോണായിട്ടോ അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ഉള്ള ഒരു ഫോൺ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്ന ഒരു ഫോണാണ്. സ്റ്റീരിയോ സ്പീക്കറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ എടുത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന രീതിയിൽ പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നില്ല. അതുപോലെ തന്നെ Wi-Fi 6 സപ്പോർട്ട് വരുന്നില്ല. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുകൾ കിട്ടുന്നില്ല. ഈ ഒരു 3 പോരായ്മകളാണ് ഇതിൽ പ്രധാനമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ് ഒക്കെ വരികയാണെങ്കിൽ ഇത് 3 കളർ വേരിയൻറ്റുകളുണ്ട്. V40 സീരീസിൽ എന്തായാലും 3 കളറുണ്ട്. V30 സീരീസിലും ഇതേപോലെ തന്നെ 3 കളറുണ്ട്. V30ലും നമുക്ക് സെയിം മിസ്റ്റേക്ക് തന്നെയായിരുന്നു വന്നത്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നില്ല. അവിടെയും സ്റ്റീരിയോ സ്പീക്കർ മാത്രമേ കിട്ടുന്നുള്ളൂ. Wi-Fi 5 സപ്പോർട്ടാണ് വരുന്നത്. Wi-Fi 6 ഇപ്പോൾ പല ബ്രാൻഡുകളിലും തന്നെ Wi-Fi 6 ഈയുടെയൊക്കെ സപ്പോർട്ടുകൾ എല്ലാം തന്നെ എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വിവോ ഇത് Wi-Fi 6E ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ബെറ്റർ ആയിട്ടുള്ള പ്രോസറുകൾ ഇവർ മാറിയതായിട്ട് അറിയുന്നില്ല. ഇപ്പോഴും വിവോ കരുതുന്ന V30 നിന്ന് V40 വരുമ്പോഴും പ്രോസറിൽ മാറ്റം വരുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് വിവോയ്ക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. 7 Gen 3 അപ്പുറത്ത് വേറൊരു പ്രോസർ ഇറങ്ങിയിട്ടില്ല എന്നും കരുതിയായി ഇവരിയ്ക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഇത് V40 സീരീസ്, V30 സീരീസ് പോലെ തന്നെ 3 കളർ വേരിയൻ്റാണ്. ടൈറ്റാനിയം ഗ്രേ, ലോട്ടസ് പർപ്പിൾ, ബ്ലൂ എന്നിങ്ങനെ 3 കളർ വേരിയൻ്റാണ് ഉള്ളത്. പ്രൈസിലോട്ട് വരികയാണെങ്കിൽ 8128 പ്രൈസ് വരുന്നത്. വിവോ V13 സീരീസിൽ 8128 കഴിഞ്ഞ് ഒരു 1000 രൂപ വെച്ച് ഓരോ വേരിയൻറ്റും കൂടും. വേറെ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ V30 സീരീസിന് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. V30 നോക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. 8128 പ്രൈസ് 31,000 രൂപയിലോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 32,000 ആണെന്ന് തോന്നുന്നു. 32,000 രൂപയിലോട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 34,000, അത് 32 ആയിട്ടുണ്ട്. V40 പ്രൈസ് നോക്കുകയാണെങ്കിൽ 8128 പ്രൈസ് വരുന്നത് 34,999, അതായത് 35,000 രൂപയും. അതുപോലെ 8 256 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 37,000 രൂപയും. അതുപോലെ 12 GB 512 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 39,000 രൂപയാണ്. അതായത് ഒരു 40,000 രൂപ റേഞ്ചിലോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്. V30 സീരീസ് ഒരു 35,000 38,000 രൂപ വരെയൊക്കെ മാക്സിമം വരുന്നുള്ളൂ. സെയിം 1000 രൂപ കൂടുതൽ എന്ന രീതിയിലാണ് വന്നിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.